മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. 34 വർഷക്കാലം തുടർച്ചയായി ഭരണം കൊണ്ടാടിയ CPM ഇന്ന് അവിടെ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ക്ലീൻ ബൗൾഡായി എന്നുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്റ്റേജസ് ആണ് പശ്ചിമ ബംഗാൾ അധികാരത്തിൽ വരണം, അധികാരം പിടിച്ചെടുത്തേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇനി ദേശീയ തലത്തിൽ ചിലപ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബദൽ മുന്നണി ഉണ്ടായിക്കൂടായികയില്ല. ഇതാണ് ഈ ഇലക്ഷന്റെ പ്രത്യേകതയും. ഈ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ മമതാ ബാനർജി എന്ന നേതാവ് ദേശീയ നേതാവായി മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മളിൽ കണ്ടുവരും. രാജേട്ടാ നമസ്കാരം. നമസ്കാരം രാജേട്ടാ, ഈ കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണമാണ്, അല്ലെങ്കിൽ ദീദിയുടെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദീദിയുടെ ഭരണത്തെ ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും അട്ടിമറിച്ച് അടങ്ങും എന്നുള്ളൊരു വാശിയിലാണ് BJP ഉള്ളത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ SIR വളരെ സ്ട്രിക്റ്റാക്കി നടപ്പിലാക്കുകയും ഏകദേശം 50 ലക്ഷത്തോളം ആളുകളെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അയോഗ്യരാക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ മമതാ ബാനർജി സുപ്രീം കോടതിയിലെത്തുകയും സ്വയമേ വാദിക്കുകയും ഒക്കെ ചെയ്തത് ബംഗാൾ ജനതയിൽ ഒരു വലിയ ഉണർവൊക്കെ ഏകിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് ഏത് രീതിയിലായിരിക്കും BJPയെയും തൃണമൂൽ കോൺഗ്രസിനെയും ബാധിക്കുക? പശ്ചിമ ബംഗാളിലെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ദീർഘകാലം ഭരിക്കും, അത് കഴിഞ്ഞ് അടുത്ത ആൾ കൈമാറും. അങ്ങനെ കൈമാറി ഇപ്പോൾ കഴിഞ്ഞ 3 ടേമിലായിട്ട് പശ്ചിമ ബംഗാളിൻ്റെ അധികാരം കൈയാറുന്നത് ദീദി എന്നറിയപ്പെടുന്ന മമതാ ബാനർജിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ ഒരു തവണ തോറ്റുപോയാൽ, ഇപ്പോൾ കേരളം പോലെയല്ല, ഒരു തവണ തോറ്റുപോയാൽ അവർ പൂർണ്ണമായി ക്ലീൻ ബൗൾഡായി പോകുന്നൊരവസ്ഥ അവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കാരണം നമുക്കറിയാം 34 വർഷക്കാലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും CPM അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 34 വർഷക്കാലം തുടർച്ചയായി ഭരണം കൊണ്ടാടിയ CPM ഇന്ന് അവിടെ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ക്ലീൻ ബൗൾഡായി എന്നുള്ളത്. അപ്പോൾ പാർട്ടി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ പാർട്ടി ഉണ്ട്, CPM ഉണ്ടെങ്കിൽ പോലും CPMന് ഒരു ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് പശ്ചിമ ബംഗാളിലില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഞാൻ പോയ സമയത്ത് പല സ്ഥലങ്ങളിലൊക്കെ പോയ സമയത്ത് പാർട്ടി ഓഫീസൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകളൊക്കെ കാണുന്ന സമയത്ത് ചില മലയാളികളായ അവിടെ സ്ഥിരതാമസക്കാരായ മലയാളികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഓഫീസായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി ആളുകൾ മാത്രമല്ല മാറിയത്, ഓഫീസ് പോലും CPMന്റെ ഓഫീസുകൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസായി മാറുന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് BJP ലക്ഷ്യമിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ. കഴിഞ്ഞ 3 ടേമിലായിട്ട് BJP പശ്ചിമ ബംഗാളിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ആരംഭിച്ചു, എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി. പക്ഷേ മമതാ ബാനർജി എന്ന ഉരുക്കു വനിതയുടെ മുന്നിൽ ഇതെല്ലാം പതറിപ്പോകുന്ന കാഴ്ച കണ്ടു. നമുക്കറിയാം കഴിഞ്ഞ ടേമിലുണ്ടായ ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയ അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുകയും വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയൊക്കെ ചെയ്തു. UP എന്നൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ BJPയുടെ ആളുകൾ വെസ്റ്റ് ബംഗാളിൽ തമ്പടിക്കുകയൊക്കെ ചെയ്തു. വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ വെച്ച് ഈ മമതാ ബാനർജി തോറ്റുപോയ ചരിത്രം കൂടിയുണ്ട്. പിന്നീട് ഭവാനിപ്പൂരിൽ വന്ന് മത്സരിച്ചിട്ടാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ഇപ്പോഴും ഈ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും ഒരു അട്ടിമറിയൊന്നും നടക്കാത്ത മണ്ഡലം എന്നുള്ള രീതിയിൽ ഭവാനിപ്പൂരിൽ തന്നെയാണ് മമതാ ബാനർജി ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇത്തവണ മമതാ ബാനർജിയെ തറപറ്റിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ ഏറ്റവും സ്വീകാര്യനായ BJP നേതാവാണ് അവർക്കെതിരെ മത്സരിക്കുന്നത്. കേരളത്തിലെ പോലെ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല അവിടെ നടക്കുന്നതാണ്. പിന്നെ സിബി സൂചിപ്പിച്ചതുപോലെ SIR നടപ്പിലാക്കിയതിലൂടെ ലക്ഷക്കണക്കിന് വോട്ടാണ് ഇല്ലാതായിരിക്കുന്നത്. ഈ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇത്രയേറെ വോട്ടുകൾ ഏത് രീതിയിലാണ് മമതാ ബാനർജിയെ ബാധിക്കുക എന്നുള്ളത് വലിയ ഒരു സംശയമായി അവിടെ നിലനിൽക്കുന്നു, ആശങ്കയായി നിലനിൽക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് മമതാ ബാനർജി സുപ്രീം കോടതി നേരിട്ട് ഹാജരായത്? ഇതിന്റെ ഒരു രൂക്ഷാവസ്ഥ അവർക്കറിയാം. അതാണ് നേരത്തെ പറഞ്ഞത്, അധികാരത്തിൽ നിന്നും നിഷ്കാസിതരാക്കപ്പെട്ടാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പൊടി പോലും ഉണ്ടാവില്ല. ആ രീതിയിലാണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്റ്റേജസ് ആണ് പശ്ചിമ ബംഗാൾ അധികാരത്തിൽ വരണം, അധികാരം പിടിച്ചെടുത്തേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും തുടങ്ങി പ്രഗത്ഭരായ എല്ലാ ദേശീയ BJPയുടെ NDAയുടെ നേതാക്കന്മാരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നൊരു സ്റ്റേറ്റ് കൂടിയാണ് പശ്ചിമ ബംഗാൾ നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ മറ്റ് പല സമവാക്യങ്ങളും മാറിയൊക്കെ ചെയ്യുമ്പോൾ പോലും മമതാ ബാനർജിയുടെ ശക്തിക്ക് മുന്നിൽ ഇത്തവണ BJP അടിപതറിയാൽ അത് BJPയെയും ബാധിക്കുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ ഇലക്ഷൻ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. ഒരു സംശയം വേണ്ട. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മമതാ ബാനർജി എന്ന് പറയുന്നത് ഒറ്റയാനാണ്.
അവരുടെ ശക്തിയിൽ വിശ്വസിക്കുകയും അവരുടെ രാഷ്ട്രീയ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അവർ വളരെ എളിമയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരിപ്പോഴും ചെരുപ്പിട്ട് സാധാരണ വള്ളി ചെരുപ്പും ഒരു സാധാരണ കോട്ടൺ സാരി ഉടുത്ത് വളരെ ലളിതമായ ജീവിതം നയിക്കുന്നു. മാത്രമല്ല അവർ സർക്കാരിൻ്റെ മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്. ഈ സ്വന്തം കാളികെട്ടിലുള്ള അവരുടെ ചെറിയ പണ്ട് അവർ ജനിച്ചു വളർന്ന അതേ വീട്ടിലാണ് അവരിപ്പോഴും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർ കഴിഞ്ഞ 15 വർഷമായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവർ വലിയ വാഹന വ്യൂഹമോ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ലാതെ അവരൊരു സാധാരണക്കാരായിട്ട് വരികയും ഒക്കെ ചെയ്യും. നമ്മുടെ ഒരു ഫംഗ്ഷൻ അവിടെ പോയ സമയത്ത് അവർ സാധാരണ ഒരു സ്ത്രീ കയറി വരുന്ന പോലെ സ്റ്റേജിൽ കയറി വന്നിട്ട് ഒറ്റയ്ക്കിരിക്കുന്നു, ഒരു ജാടകയോ ഒന്നുമില്ല. ഇതാണ് അവർക്ക് അവിടെയുള്ള ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്. പിന്നെ എന്ത് വിഷയം ഉണ്ടായാലും അതിൽ ഇവർ ഇമ്മീഡിയറ്റ് നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ സാധാരണക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട് അവർക്ക്. പക്ഷേ BJP നടത്തുന്ന വലിയ നീക്കങ്ങൾ അവരെ ചിലപ്പോൾ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടേക്കാം എന്നുള്ളതുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമ ബംഗാൾ ഉള്ളത് എന്നുള്ളത് ശരിക്കും ഈ നമ്മൾ ഇവിടെ കേരളത്തിൽ പരിചയിച്ചിട്ടില്ലാത്തൊരു രാഷ്ട്രീയ ഒരു മുന്നേറ്റമാണ് അവിടെ BJP നടത്താൻ ലക്ഷ്യമിടുന്നത്. അത് ആണ് SIR-ലൂടെ അവർ നടപ്പിലാക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും തരത്തിൽ മമതാ ബാനർജിക്ക് അവിടെ ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ചലനങ്ങൾ സൃഷ്ടിക്കത്തില്ലേ? തീർച്ചയായും, അത് സംശയം വേണ്ട. കാരണം ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത്, ഇപ്പം ഒരു മുന്നണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ ഏതാണ്ട് കട്ടയും പടം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും മമതാ ബാനർജി എന്ന നേതാവ് ഒരിക്കൽ കൂടി ഈ പറയുന്ന BJP-യുടെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായും നമ്മൾ കാണേണ്ടത് ഇനി ദേശീയ തലത്തിൽ ചിലപ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബദൽ മുന്നണി ഉണ്ടായിക്കൂടായികയില്ല. ഇതാണ് ഈ ഇലക്ഷൻ്റെ പ്രത്യേകതയും. ഈ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ മമതാ ബാനർജി എന്ന നേതാവ് ദേശീയ നേതാവായി മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മളിൽ കണ്ടുവരും. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഇപ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നൊക്കെ മാറിയിട്ട് രാജ്യസഭ അംഗമായിട്ട് കേന്ദ്രത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ സംബന്ധിച്ചിട്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സഹതാപം തോന്നിപ്പോകുന്ന രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ എന്താണ് അങ്ങനെ പെരുമാറുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിതീഷ് കുമാറിലും എന്തെങ്കിലുമൊക്കെ ഒരു വ്യതിചലനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതെ, ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടുകൂടി മാത്രമേ ഒക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഏതെങ്കിലും തരത്തിൽ BJP അധികാരത്തിൽ വന്നാൽ പിന്നീട് നിതീഷ് കുമാറിന് പ്രസക്തിയില്ലാതാവും. അല്ലെങ്കിൽ നിതീഷ് കുമാർ ഇനി പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ പോലും അതിനൊന്നും വലിയ സ്വീകാര്യത ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, BJP ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി ചന്ദ്രബാബു നായിഡു ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നില്ല BJPക്ക്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നിതീഷ് കുമാറിൻ്റെ ഓൾറെഡി കഴിഞ്ഞു. നിതീഷ് കുമാർ ഇനി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ചന്ദ്രബാബു നായിഡു ആണ് പിന്നെ ഈ ഒരു സർക്കാരിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രബാബു നായിഡു കൂടെ സൈലന്റ് ആയി പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ലേ? ദേശീയ തലത്തിൽ ഉണ്ടാകാവുന്ന ഈ 5 സ്റ്റേറ്റുകളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമായിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ LDF ആയാലും UDF ആയാലും അത് ദേശീയ തലത്തിൽ വരുമ്പോഴേക്ക് ഏതാണ്ട് ഒരുമിച്ച് നിൽക്കുന്ന മുന്നണിയാണ്. പക്ഷേ ഈ പശ്ചിമ ബംഗാളിലെ സ്ഥിതി അതല്ല. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, എത്ര MP മാരുണ്ടെന്ന് നമുക്കറിയാം. അത്രയും വലിയ ശക്തി ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ തൃണമൂലിനെ ഒതുക്കാൻ കഴിഞ്ഞാൽ അത് അവിടെ ബദൽ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോൺഗ്രസ്സിന് പ്രസക്തിയില്ലാത്ത പോയ ഒരു സ്റ്റേറ്റാണ്. പിന്നീട് CPM എന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലാതായി പോയ ഒരു സ്റ്റേറ്റാണ്. ഇപ്പോൾ 2 പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അവിടെ പ്രസക്തിയുള്ളത്. അതൊന്ന് തൃണമൂലാണ്, മറ്റൊന്ന് BJP ആണ്. അപ്പൊ BJP തൃണമൂലിനെ പരാജയപ്പെടുത്തിയാൽ തൃണമൂൽ കോൺഗ്രസും അവിടെ ഇല്ലാതാവുകയാണ്. പിന്നീട് പേരിന് CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, തൃണമൂലുണ്ട് എന്ന് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാൾ പോകും. അതേ തന്നെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മമതാ ബാനർജിക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടി ഭൂരിപക്ഷത്തോട് വീണ്ടും അധികാരത്തിൽ തുടരാൻ ഉള്ള അവസരമാണ് ജനങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതോടുകൂടി BJP ദേശീയ തലത്തിൽ തന്നെ പിന്നെ തിരിച്ചടിയുടെ ഗ്രാഫ് താഴോട്ട് പോകും എന്നുള്ളത് കൊണ്ട് നമ്മളിൽ കാണേണ്ടതുണ്ട്. കാരണം അത്രയും വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് പശ്ചിമ ബംഗാൾ നടത്തിയിരിക്കുന്നത് BJP. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. തീർച്ചയായും 2036 ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നാണ് BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് അവരിപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഒരു 10 വർഷം മുന്നേ ഒക്കെ ഉണ്ടായിരുന്നൊരു അവസ്ഥയല്ല. കാരണം നിരവധി നേതാക്കന്മാർ
BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പല നേതാക്കന്മാരും കോൺഗ്രസ് നിന്ന് പോകുന്നുണ്ട്, CPM നിന്ന് പോകുന്നുണ്ട്, CPI നിന്ന് പോകുന്നുണ്ട്, അങ്ങനെ പല പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട്. നമ്മൾക്കറിയാം ഇപ്പം MLA നിലവിലുള്ള സിറ്റിംഗ് MLA പോലും BJP പോയി ചേരുന്നു. അതുപോലെ തന്നെ മുൻ MLA മാർ എന്ന് പറയുന്നത് രാജേന്ദ്രനും പിന്നെ അജിത്ത് അജിത്തും ഒക്കെ പോയി BJP-യിൽ ചേരുന്നു. ഒരുപാട് ആളുകൾ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി BJP-യിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തവണയും BJP-ക്ക് കേരളത്തിൽ ചിലപ്പോൾ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ BJP-ക്ക് ഇനി എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തണമെങ്കിൽ, ഭാവിയിൽ എത്തണമെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം തീർത്തും ഇല്ലാതാവണം. അതിനുവേണ്ടി ചിലപ്പോൾ BJP അത്തരത്തിലൊരു നിലപാട് പോലും സ്വീകരിച്ചുകൂടാ. ഇത് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ പ്രതിഫലനം ഉണ്ടാക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്.